ഹായ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നൊരു വീഡിയോ, നമ്മൾ ഗൂഗിൾ ക്രോമിൽ നിന്ന് ഒരുപാട് വെബ്സൈറ്റുകൾ സന്ദർശിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഡെയിലി സെർച്ച് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് പല ലിങ്കിലും ക്ലിക്ക് ചെയ്തുകൊണ്ട് നമ്മൾ പല വെബ്സൈറ്റുകളിലും കയറുന്നുണ്ട്. അത്തരം വെബ്സൈറ്റുകൾ, തേർഡ് പാർട്ടി വെബ്സൈറ്റുകളിലെല്ലാം കയറുന്നുണ്ട്. നമുക്ക് നമ്മുടെ ഫോണിൽ 2-3 കാര്യങ്ങൾ നിർബന്ധമായിട്ട് ചെയ്തു വെക്കേണ്ടതുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചിട്ടുള്ള ഒരു വീഡിയോ ആണ്. അപ്പം വീഡിയോ മുഴുവനായിട്ട് കാണുക. നമ്മൾ ഏതെങ്കിലും പരസ്യങ്ങൾ പരസ്യങ്ങളിൽ ബുദ്ധിമുട്ടുന്നുണ്ടോ, ഇല്ലെങ്കിൽ അതേപോലെ നമ്മുടെ ഫോണിലേക്ക് നമ്മൾ ഏതെങ്കിലും മറ്റുള്ള സൈറ്റുകളിൽ കയറുന്ന നേരം എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്നുള്ളതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്, കുറച്ച് സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് ഗൂഗിൾ തന്നെ നമ്മുടെ ഫോണിൽ ഇങ്ങനത്തെ സെറ്റിങ്സ് ഒക്കെ ഓൺ ചെയ്തിടാനോ ഓഫ് ചെയ്തിടാനോ ഇല്ലെങ്കിൽ ഇങ്ങനത്തെ റിസെറ്റ് ചെയ്യാനൊക്കെ ഉള്ള ഒരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് അറിയാത്തവർക്ക് വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ അറിയുന്നവർ സ്കിപ്പ് ചെയ്ത് വിട്ടേക്കുക, അറിയാത്തവർ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ വീഡിയോ കാണുന്നെങ്കിൽ വീഡിയോക്ക് താഴെ പോയി സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് എങ്ങനെയാണെന്നുള്ളത് ഒന്ന് കണ്ട് മനസ്സിലാവും. നിങ്ങളുടെ ഫോണിൻ്റെ സെറ്റിങ്സ്, ഞാൻ ഇവിടെ സാംസങ് ഫോണിലാണ് കാണിക്കുന്നത്. നിങ്ങളുടെ ഫോണിൻ്റെ സെറ്റിങ്സ് ഒന്ന് ഓപ്പൺ ചെയ്യുക. സെറ്റിങ്സ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഒന്ന് താഴോട്ട് സ്ക്രോൾ ചെയ്ത് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ഗൂഗിൾ എന്നത് ഒന്ന് സെലക്ട് ചെയ്യുക. ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഗൂഗിൾ എന്നത് ഒന്ന് സെലക്ട് ചെയ്യുക. ഗൂഗിൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മുകളിൽ തന്നെ ഒരു 3 ഡോട്ട് കാണാൻ പറ്റും. ഈ 3 ഡോട്ട് ഒന്ന് ഈ 3 ഡോട്ടിലൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ യൂസേജ് ആൻഡ് ഡയഗ്നോസ്റ്റിക്സ് എന്നുള്ള ഒരു ഓപ്ഷൻ കാണാം. അതൊന്ന് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ഇങ്ങനെ ഒരു ഇന്റർഫേസ് ആയിട്ട് ഓപ്പൺ ചെയ്തിട്ട് വരും. ഇത് നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുത്തിട്ടോ കോപ്പി ട്രാൻസ്ലേറ്റോ ഇത് നിങ്ങൾക്ക് വായിച്ചു കൊടുക്കുക. മറ്റുള്ള പല സൈറ്റുകളിൽ നിന്നും നിങ്ങളുടെ ബാറ്ററി പെർഫോമൻസും അതേപോലെ നിങ്ങളുടെ സിസ്റ്റം മാപ്പുകളും കാര്യങ്ങളെല്ലാം അവർക്ക് ഇത് മനസ്സിലാക്കാൻ കഴിയുക, അല്ലെങ്കിൽ തേർഡ് പാർട്ടി ആപ്ലിക്കേഷനിൽ കൂടെ നിങ്ങളുടെ കാര്യങ്ങളൊക്കെ ട്രാക്ക് ചെയ്യാൻ പറ്റുമെന്നുള്ള ഒരു ഫീച്ചറാണിത്. ഈ ഫീച്ചർ നിങ്ങളുടെ ഫോണിൽ ഓൺ ആണെങ്കിൽ ഓഫ് ചെയ്തിട്ട് കൊടുക്കുക. ഇത് നിർബന്ധമായിട്ട് ഓഫ് ചെയ്തിടേണ്ട ഒരു കാര്യമാണ്. പലരുടെയും ഫോണിൽ ചിലപ്പോൾ ഓൺ ആയിരിക്കും. ഇപ്പം തന്നെ ഇത് ഓഫ് ചെയ്തിട്ട് കൊടുക്കുക. ഇത് പല ഫോണിലും ഏകദേശം ഇതേ സെറ്റിങ്സ് തന്നെ ആയിരിക്കും എന്നാണ് തോന്നുന്നത്. ജസ്റ്റ് ബാക്ക് വരിക. ജസ്റ്റ് ബാക്ക് വന്നതിന് ശേഷം നിങ്ങൾക്ക് ഇവിടെ ഇതുപോലെയൊക്കെ ഇന്റർഫേസ് ആയിട്ട് കാണുന്നത്. ഞാൻ നേരത്തെ റെക്കമെൻഡഡ് എന്നുള്ളത് കണ്ടത്, പിന്നെ എൻ്റെ ഫോണിൽ റെക്കമെൻഡഡും ഓൾ സർവീസസും ഒന്നുണ്ട്. അപ്പം ഇവിടെ തൊട്ട് താഴെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവിടെ ആഡ്സ് എന്നുള്ളത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലെ കുറച്ച് ഫീച്ചേഴ്സ് കാണാൻ പറ്റും. ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവിടെ രണ്ടാമത് റിസെറ്റ് അഡ്വർടൈസിങ് ID, അതേപോലെ ഡിലേറ്റ് അഡ്വർടൈസിങ് ID എന്നുള്ളത്. നമ്മൾ പല ഐഡികൾക്ക് വേണ്ടിയിട്ടും പല സൈറ്റുകളിലേക്ക് വേണ്ടിയിട്ട് തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻ വേണ്ടിയിട്ടും പരസ്യത്തിന് വേണ്ടിയിട്ട് പല പരസ്യവും കാണേണ്ടി വരും. ചില ആപ്ലിക്കേഷനിലെ ചില സൈറ്റിൽ കയറുന്നവരും ഈ പരസ്യം കണ്ടു കഴിഞ്ഞാൽ മാത്രമേ ആ സൈറ്റുകൾ ഓപ്പൺ ആകുന്നൊക്കെ ഉണ്ടാവും. അപ്പോൾ അത് നിങ്ങൾ ദിവസം ഒരു 1-2 പ്രാവശ്യം നിങ്ങൾക്ക് പറ്റെങ്കിലല്ലോ ഒന്നിടവിട്ടോ നിങ്ങളിത് റിസെറ്റ് ചെയ്ത് കൊടുക്കുക. റിസെറ്റ് ചെയ്ത് കൺഫേം എന്ന് കൊടുക്കുക. അതേപോലെ ഡിലേറ്റ് അഡ്വർടൈസിങ് എന്നുള്ളതും അതും കൊടുക്കുക. നിർബന്ധമായിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. അത് ചിലപ്പം വീണ്ടും ഓണായിട്ട് വരുമായിരിക്കും. ഗെറ്റ് ന്യൂ അഡ്വർടൈസിങ് ID എന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കൺഫേം കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ റിസെറ്റ് അഡ്വർടൈസിങ് ID എന്നുള്ളത് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. അതുപോലെ നിങ്ങൾ ഡിലേറ്റ് അഡ്വർടൈസിങ് ID എന്നുള്ളതും സെലക്ട് ചെയ്ത് കൊടുക്കുക. നിർബന്ധമായിട്ട് നിങ്ങളുടെ ഫോണിൽ പരസ്യങ്ങളോ അല്ലെങ്കിൽ അതേപോലെ നിങ്ങളുടെ മറ്റുള്ള ഏതെങ്കിലും സൈറ്റുകളിൽ കയറുമ്പോൾ നിങ്ങൾക്ക് ഈ ഒരു പ്രശ്നം വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യാൻ പറഞ്ഞത്. ഒന്നിക്കില്ലെങ്കിൽ നിങ്ങൾ ഒരു പ്രാവശ്യം ചെയ്ത് കഴിഞ്ഞാൽ ഒരു 1 വീക്കിൽ 2-3 പ്രാവശ്യമെങ്കിലും നിങ്ങൾക്ക് ചെയ്യുന്ന ആളായിരിക്കും. ഫോണിൻ്റെ ഒരു സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടും കൂടിയാണ്. അപ്പം മൂന്നാമത്തെ ഒരു ഫീച്ചർ എന്താണെന്ന് വെച്ചാൽ, മൂന്നാമത്തെ നിർബന്ധമായിട്ട് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം വെച്ചാൽ ജസ്റ്റ് ബാക്ക് വന്നിട്ട് കുറച്ചും കൂടി ഒന്ന് താഴോട്ട് പോയി കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് കാണാം പേഴ്സണൽ സേഫ്റ്റി എന്നുള്ള ഒരു ഫീച്ചർ കാണാൻ പറ്റും. ഇതൊന്ന് ഓപ്പൺ ചെയ്തതിന് ശേഷം ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും 2 ഫീച്ചർ. ഇവിടെ സൈലൻസ് നോട്ടിഫിക്കേഷൻ വൈൽ ഡ്രൈവിംഗ് എന്നുള്ളതും പിന്നെ അൺനോൺ ട്രാക്കർ അലേർട്ട് എന്നുള്ള ഒരു 2 ഫീച്ചർ നിങ്ങൾക്ക് കാണാൻ പറ്റും. അതിൽ അൺനോൺ ട്രാക്കർ അലേർട്ട് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. ഇവിടെ നിങ്ങൾ ഒരുപക്ഷെ നിങ്ങളുടെ ഫോണിൽ അലേർട്ട് എന്നുള്ള അൺനോൺ ട്രാക്കർ അലേർട്ട് ഓഫിലായിരിക്കും. ഇത് നിർബന്ധമായിട്ട് നിങ്ങൾ ഓൺ ചെയ്തിട്ട് കൊടുക്കുക. കാരണം ഇവിടെ നിങ്ങൾ ഏതെങ്കിലും ട്രാക്കേഴ്സ് ഏതെങ്കിലും സൈറ്റുകളിലെല്ലാം കയറുന്നേരം നിങ്ങളെ ട്രാക്ക് ചെയ്യുന്നുണ്ട് ഒരു വാർണിംഗ് നോട്ടിഫിക്കേഷൻ തരാൻ വേണ്ടിയിട്ടാണ്, നിങ്ങളുടെ ഫോണിലേക്ക് ഒരു വാർണിംഗ് നോട്ടിഫിക്കേഷൻ തരാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സിസ്റ്റം ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇത് മൂന്നും നിങ്ങളുടെ ഫോണിൽ ഈ ഒരു 3 സെറ്റിങ്സ് നിങ്ങളുടെ ഫോണിൽ ചെയ്തിട്ടുണ്ടോ നോക്കുക. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. ഈ ഒരു ടിപ്സ് നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും വീഡിയോയുടെ കമൻറ്റിൽ അറിയിക്കുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. സൈനിങ് ഓഫ് റൂഫ് വ്ലോഗ്.